നല്ല രസമുണ്ടല്ലേ, ഒരു വീടാണ് കേട്ടോ, നല്ല മുറ്റവും ഒരു തുളസിത്തറയൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു ടൈപ്പില്ലേ, നല്ല രസമുണ്ട് ഇതൊക്കെ. പണ്ടത്തെ വീട്, കഴിക്കോലും. ഇവിടെ കൊറേ സ്പേസ് ഉണ്ട് ഇരിക്കാനൊക്കെ. ജോബ് വേക്കൻസി. ഇവിടേക്ക് ഇരിക്ക. പള്ളിക്കറി കഴിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ ഞങ്ങള്. പക്ഷെ പള്ളിക്കറി തീർന്നുപോയി. കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ, ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും. പിന്നെ അല്ലാതെ എവിടെയാണ് സ്ഥലം? എവിടെ? ചേരാനല്ലൂരാ? പൈപ്പ് ലൈൻ റോഡ്. ഹലോ, ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തിറങ്ങുകയാണ്. കൺഫ്യൂഷനിൽ നിൽക്കണേ എവിടെ പോണോന്നുള്ളത്. ഇന്ന് കറുകപ്പള്ളി, കലൂര്, പൈപ്പ് ലൈൻ. അപ്പൊ അത് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എവിടെയാണത്? അത് മരോട്ടിച്ചോട്. മാരോട്ടിച്ചോട് എന്ന് പറയുമ്പോ പൈപ്പ് ലൈൻ്റെ അവിടെ. അപ്പൊ അവിടെ ചെന്നാ കിട്ടുവോ? ഇത്ര മണി വരെ ഉള്ളൂ എന്നൊക്കെ ഉണ്ടാവോ? അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വന്നത് നെയ്ച്ചോറും പള്ളിക്കറിയായിരുന്നു. പക്ഷെ പള്ളിക്കറി നമ്മൾ എല്ലായിടത്തും പോകുമ്പോ നേരത്തെ വരണ കാരണം അത് തീർന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്, ഇവിടെ ഉള്ളത് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ്റെ എന്തോ ഗ്രേവി, പള്ളിക്കറിയൊക്കെയാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. എന്താ അതിന്റെ പേര്? ഹംസാസ് എന്ന് പറഞ്ഞ. പിന്നെ റൈസ് അൺലിമിറ്റഡ് ആണ്. പിന്നെ പള്ളിക്കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ഇതാണ് കേട്ടാ ഇവരുടെ സ്പെഷ്യല്. പിന്നെ നമ്മൾ ഇവിടെയാണ് ഇരിക്കണത്, നല്ലൊരു സ്ഥലത്ത്. പിന്നെ അവിടെ പുറത്തിരിക്കാം. അകത്തിരിക്കാമോ? അകത്താണ് ഫാൻ ഉണ്ടാവുമായിരുന്നല്ലോ. അതാകുമ്പോ നമുക്ക് ഒറ്റക്കിരുന്ന് വീഡിയോ എടുക്കാലോ. എന്താലേ നമ്മൾ ഇത്തിരി വൈകി കാണാം. മൈക്കിട്. നമുക്കുള്ള റൈസാണ് വേണ്ടത്. ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായത്. ചിക്കൻ ഇതല്ലേ, ചിക്കൻ ഫ്രൈ ഗ്രേവി ഉണ്ടാവില്ലേ? ഒരു പോർഷൻ ഫ്രൈക്കില് എത്ര പീസ് ഉണ്ട്? 3 പീസ് ഉണ്ട്. അന്ന് അത് പറഞ്ഞാൽ മതി. ബാക്കി പറയാം. ഇവിടെ എത്ര മണിക്ക് തീർന്നു ഇങ്ങനെ ആണല്ലേ? ആണല്ലേ, ഇതിന്റെ ഇഷ്യൂ കാരണം. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇപ്പൊ ഇല്ലാഞ്ഞത്. അല്ല, അതും ഒരു കാരണം. കുടിക്കാൻ തോന്നാളെ ജീരക സോഡ. ജീരക സോഡ ഒരെണ്ണം. ഓക്കെ, അതും കഴിക്കും. സിമ്പിൾ പ്രൈസ്. എനിക്കതേ പള്ളിക്കറി എന്ന് പറഞ്ഞ ഈ പെരുന്നാളിനൊക്കെ പള്ളിയിൽ വെക്കണ ബീഫ് കറി ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം കഴിക്കാനാണ് ഇത് നല്ലത്. അതാണ് ഫേമസ് ഇവിടുത്തെ. അമ്മ ഇവിടുന്ന് കഴിക്കണ്ടായിരുന്നല്ല, ഇതില്ലായിരുന്നെങ്കിൽ. ഇപ്പഴല്ല പറയേണ്ടത്. ഞാൻ ഇതുവരെ പള്ളിക്കറി കഴിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. പള്ളിക്കറി കഴിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ ഞങ്ങള്. പക്ഷെ പള്ളിക്കറി തീർന്നുപോയി. കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ, ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും പിന്നെ ചിക്കന്റെ കുറച്ച് ചാറും. സേതട്ടൻ പറയണ എന്താന്ന് വെച്ചാ, ഈ നെയ്ച്ചോറില് പള്ളിക്കറി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഉഷാറ് വരുള്ളൂ എന്നാണ് കേട്ടോ പറയണത്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട്, മറ്റേതാണെങ്കിൽ ആ ബീഫിന്റെ ചാറൊക്കെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പൊ അതിന്റെ ഒരു കുറവ് എന്താണെങ്കിലും ഉണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇത്തിരി
ആഗ്രഹിച്ചു വന്നാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. പള്ളിക്കറി ഞാൻ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ കട ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, യൂട്യൂബിലൊക്കെ ഉണ്ട്. ഹംസാസ് എന്താണ് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടാ. സേതുവാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മള് വരാൻ വൈകിയതിനെ തുടർന്ന് തീർന്നുപോയി. പിന്നെ ഗ്യാസിന്റെ ഇഷ്യൂ ഒക്കെ കാരണം ഐറ്റംസ് ഒക്കെ കുറവാണ്. ചേതനം പറഞ്ഞ പോലെ എനിക്കാണ് ആ കറി കൂട്ടി കഴിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ ഒന്നും കൂടി ബെസ്റ്റ് ആവുള്ളൂ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് നല്ല അടിപൊളിയാണ്. ഇപ്പൊ നമ്മള് പുറത്താണ് ഇരിക്കണത്, പക്ഷെ ചൂടധികം തോന്നണില്ലല്ലോ, കാറ്റുണ്ട്. അകത്തും ഇരിക്കാം, നമ്മള് പുറത്തിരുന്നു. അതാണ് അധികം തിരക്ക് കാണില്ല, കാരണം സംഗതി തീർന്നുപോയി. ആദ്യം കുടിക്കണല്ലേ, കുടിച്ചിട്ടുണ്ടേ എങ്ങനെയുണ്ട്? ഇവിടെ എത്ര മണിക്ക് തീരുന്നാണ് അവര് പറഞ്ഞ? 10 മണിക്കാ രാവിലെ. എന്നിട്ട് എന്തിപ്പ ഇല്ലാത്ത? രാവിലെ വൈകുന്നേരം ഉണ്ട് ഇവിടെ. ഇതാണ് ഇഷ്ടായ ആ കറിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ, അല്ലേ ചേട്ടാ? അൺലിമിറ്റഡ് റൈസ് ഉണ്ട് ഇവിടെ. എനിക്ക് നല്ല സങ്കടം ചെയ്തോട്ടാ പള്ളിക്കറി കിട്ടാൻ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ച് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര വിഷമല്ലേ. കാര്യം ഞാൻ കൊതിയൊന്നും എനിക്കങ്ങനെ കൊതിയൊന്നും ആയിട്ടുണ്ടായില്ല, കാരണം നമ്മുടെ വീഡിയോ ഇന്ന് എവിടെ പോകുന്നുള്ളതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ചെയ്തിട്ട് ആ പള്ളിക്കറി എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ പല പ്രതീക്ഷകൾ. പിന്നെ വെയിലല്ലേ, പിന്നെ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ വന്നു, ഇനി ഇവിടെ നിന്ന് മടങ്ങി പോണ ആരും ഓർക്കാനും വയ്യ. അപ്പൊ ഈ വേറെ 2-3 സ്പോട്ട് ഉണ്ടായി, ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നത്തേക്ക് വരായിരുന്നു അല്ലേ? ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കൊറേ ആൾക്കാർ വന്ന് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. പാഴ്സൽ വാങ്ങുമ്പോ എക്സ്ട്രാ 15 rupees കൊടുക്കണം. ശരി, 2ാമത് റൈസ് ആണ് നമ്മള്. ഗ്രേവി വേണേ. രാവിലെ എന്താ കഴിച്ചത്? പറ. ഇടിയപ്പം, ഉപ്പുമാവും മീൻകറി. വിഷുവിന് വെച്ച മീൻകറി. ഉള്ളില് ഭയങ്കര പാട്ടാ, ഇവിടെ ഇരിക്കണായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നല്ല കാറ്റ്. ഇനി ഇവിടെ കണ്ടില്ലേ, ഇതിന്റെ പ്രത്യേകത ഉണ്ട്, ഇത് ഓടിട്ട സ്ഥലോട്ടാ, പണ്ടത്തെ നമ്മുടെ വീടൊക്കെ പോലെ. നമ്മൾ എവിടെ ചെന്നാലും എല്ലാം തീർന്നു പോണേണല്ലോ ഇതൊക്കെ. നാളെന്തോ ചോദിച്ചപ്പോ തീർന്നു പോയല്ലോ, അതെന്താ? നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയും നല്ല രസമുണ്ട്. വൈകുന്നേരം വന്നാൽ നല്ല രസം ഉണ്ടാവും. കണ്ടാ പള്ളിക്കറി കിട്ടാത്തതിന്റെ ക്ഷീണം എന്തിനാ തീർക്കുക? അങ്ങനെ നമ്മളിതെല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടാ. സോഡയും കുടിച്ച് ആദ്യമായിട്ടാണ് ജീരക സോഡ കുടിക്കണം. ജീരകത്തിന്റെ ഭയങ്കരമായ ടേസ്റ്റ്. എവിടെയാന്ന് ചോദിച്ചാൽ കൈ വാഷ് ചെയ്യണത്.
ഇതൊരു പഴയ വീടാന്ന് തോന്നുന്നു. എനിക്ക് പണ്ടത്തെ ഞങ്ങളുടെ വീട്ടിലെ ഓർമ്മയൊക്കെ വന്നത്. ഈ വാതിലൊക്കെ നോക്കിയേ. ആ, പണ്ടത്തെ ഒരു ടൈപ്പില്ലേ. നല്ല രസമുണ്ട് ഇതൊക്കെ. പണ്ടത്തെ വീട്, കഴിക്കോലും. ഇവിടെ കൊറേ സ്പേസ് ഉണ്ട് ഇരിക്കാനൊക്കെ. ജോബ് വേക്കൻസി എന്നത് ഇത് എന്താ. കണ്ടാ ഇത്രയും ഇവിടെ ഉണ്ടാ സ്ഥലം? ആ, ഇവിടേക്ക് ഇരിക്ക. ഇവിടെ ഇരുന്നാ മതിയായിരുന്നല്ല ഫാൻ ഇട്ടിട്ട്. അല്ലേ, പഴയൊരു ആംബിയൻസ് ഒക്കെയാണ്. നമ്മളിവിടെ ഇരുന്നത്. ഇതാണ് നമ്മുടെ ഹംസാസ്. നല്ല രസമുണ്ടല്ലേ. ഒരു വീടാണ് കേട്ടോ. നല്ല മുറ്റവും ഒരു തുളസിത്തറയൊക്കെ ഉണ്ട്. എന്താ പണ്ടത്തെ വീട്. പിന്നതേ ഇവരെ എഴുതി വെച്ചേക്കണ വെച്ച് വയറ് നിറച്ച് ചോറ് 80 രൂപ, ബീഫ് പള്ളിക്കറി, ചിക്കൻ ഫ്രൈ, ബീഫ് പൊരിച്ചതോ, അതൊക്കെ തീർന്നൂലേ. നമുക്ക് എല്ലാരും പോയതിന്റെ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാലും നമ്മൾ കഴിച്ചു, കാരണം അത്രയും ദൂരം വന്നതുകൊണ്ട് കഴിച്ചു അല്ലേ ചെയ്തട്ടാ. പിന്നെ ദേ ഒരു മരം കണ്ടത് ഞാൻ ഇപ്പോഴും വീട്ടില് പോകുമ്പോ, നാട്ടില് പോകുമ്പോഴത്തേക്കും കാണുന്ന പൂ ഭയങ്കര ഇഷ്ടം. ഭയങ്കര തലല്ല അല്ലേ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ ഒരു സങ്കടത്തിലാണ് നമ്മൾ പോണത്. പക്ഷെ നമ്മൾ വരും. നമ്മൾ ചിക്കൻ ഫ്രൈ സത്യത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പള്ളിക്കറി ആയിരുന്നു വേണ്ട. എന്ത് ചെയ്യാൻ. അപ്പൊ നമ്മൾ അടുത്തൊരു പ്രാവശ്യം വരും പള്ളിക്കറി കഴിക്കാൻ. അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിസ്സാരം ബൈരായി വരാം. ബൈ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ? പൈപ്പ് ലൈൻ റോഡാണത്. പൈപ്പ് ലൈൻ റോഡിലാ ചെയ്തിട്ട്. ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കൂട്ടാ. ഇതാണ് കേട്ടോ നമ്മൾ പോയ സ്ഥലം. ഇനി എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്.